ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗദ്യപ്രാർത്ഥന എന്നുള്ള ഒരു കൃതിയെക്കുറിച്ച് സംസാരിക്കുകയായി. അപ്പോൾ ഗുരു ഇവിടെ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തെയാണ്. അവരവരുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം, മറ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമല്ല. അപ്പം നമ്മൾക്ക് വേണ്ടുന്നത് അവനവനെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവിൻ്റെ അഭാവത്തിലാണ് നമ്മുടെ ദുഃഖം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഗുരു കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, അല്ലെങ്കിൽ സത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. അപ്പം നമ്മൾക്ക് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ജീവിക്കും ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്നത് ഈ ശരീരമാണ്, അവനവൻ്റെ ശരീരമാണ്. ആ ശരീരത്തിന് എന്തെങ്കിലും നാശം സംഭവിക്കുമെന്ന് കണ്ടാൽ അതിനെന്ത് വില കൊടുത്ത് നമ്മൾ സംരക്ഷിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ ICUവിലൊക്കെ കിടക്കുന്ന രോഗികൾ ജീവൻ നിലനിർത്തുന്നു, പക്ഷേ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞാൽ പോലും അതിനെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു വെമ്പൽ ഓരോരുത്തരിലും നമ്മൾ കാണാം. അപ്പോൾ ഗുരു സൂചിപ്പിക്കുന്നത് ഈ ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. അതായത് നീർക്കുമിള എന്ന് പറയുന്നത് ജലം തന്നെയാണ്. അതിന് ജലമില്ലാതെ നിലനിൽപ്പില്ല, ജലത്തിൽ നിന്ന് വിഭിന്നവുമല്ല. അപ്പോൾ ഈ ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു എന്ന് പറയുമ്പോൾ ഈ ശരീരം ഉൾപ്പെടെ നമ്മൾ കാണുന്ന ദൃശ്യമായിട്ടുള്ള അതെല്ലാം എന്താണ്? ആ ചൈതന്യത്തിൽ നിന്ന്, ആ പരമാത്മാവിൽ നിന്നും വ്യത്യസ്തമല്ല, അത് തന്നെയാണ് എന്നാണ് ഗുരു സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾക്കത് ആ രീതിയിൽ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്? നമ്മൾ ശരീരത്തെ ദൃശ്യമായി കാണുന്നില്ല. പ്രധാന വിഷയം അത് തന്നെയാണ്. എൻ്റെ ശരീരമെന്ന് പറയുമ്പോഴും ആ ശരീരം എൻ്റെ ദൃശ്യമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അതിന് സ്വന്തമായിട്ട് ഒരു തനിയെ നിലനിൽപ്പില്ല എന്നുള്ള ആ തിരിച്ചറിവിലേക്ക്, ആ വിവേകത്തിലേക്ക് നമ്മൾ ഉണരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുരു അത് ഓർമ്മിപ്പിക്കുകയാണ്. ആചാര്യന്മാർ, മഹർഷിമാർ എല്ലാം എന്തു ചെയ്യുന്നു? അതിനെ, ഈ അറിവിനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. അതുകൊണ്ട് സ്വപ്നതുല്യം എന്ന് പറയുകയാണ്, സ്വപ്നം പോലെയാണ്. അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് സത്യമല്ല എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ട്, നമുക്കറിവുണ്ട്. ഈ ജാഗ്രത അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വപ്നം സത്യമല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ജാഗ്രത അവസ്ഥയും എന്നാണ് ഗുരു നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സത്യമല്ലാത്ത ഒന്നിൽ എന്തിനാണ് നമ്മൾ ഇത്രമാത്രം അറ്റാച്ച്മെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്? നശിച്ചു പോകുന്ന ഈ ശരീരത്തെ ദൃശ്യമായിട്ട് കണ്ടുകൊണ്ട് ഈ ദൃശ്യത്തിൽ അല്ലെങ്കിൽ ഈ ശരീരത്തെ നിലനിർത്തുന്നത് എന്താണ്? ആ നശിച്ചു പോകാത്ത ആ സത്താണ്. അതിനെ പരമ്പൊരുൾ, പരമാത്മാവ്, ദൈവം എന്നൊക്കെ പല പല പേരുകളിൽ നമ്മൾ പറയുന്നു എന്ന് മാത്രം. ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നമ്മൾ ഈ ജാഗ്രതാവസ്ഥയിൽ നമ്മൾക്കത് മനസ്സിലാക്കുവാൻ വേണ്ടി ചില പദങ്ങൾ പ്രയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മാറ്റമില്ലാതെ ഇരിക്കുന്ന ആ സത്തയെ നമ്മൾ തിരിച്ചറിയുക, അതുമാത്രമാണ് എൻ്റെ ശരിക്കുമുള്ള സ്വരൂപം എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾക്ക് ഉണരുവാനായിട്ട് സാധിക്കണം.
അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ പൊതുവേ വേണ്ടത്ര രീതിയിലുള്ളൊരു വിശകലനം നടത്താറില്ല, നമ്മൾ പഠിക്കാറില്ല. നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് കൂടുതൽ വിശകലനം നൽകിയിട്ടുള്ളത് ഫ്രോയിഡും യുങ്ങും എന്നൊക്കെ പറയുന്ന മനഃശാസ്ത്രജ്ഞന്മാരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും എത്രയോ സൂക്ഷ്മമായിട്ടുള്ള മനസ്സിൻ്റെ തലത്തിലാണ് നമ്മുടെ മഹർഷിമാർ അറിവ് നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ ഈ മനസ്സിനെ അപഗ്രഥിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിനെ അപഗ്രഥിച്ച് ഈ ദൃശ്യത്തെ മനസ്സിലാക്കി ദൃക്കിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ, ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുവാനായിട്ട് ഉള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു ഉണർവ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ആ ഉണർവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദൃശ്യമാണ് അല്ലെങ്കിൽ ഈ നീർക്കുമിള പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആ അറിവിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും ആ അറിവിൻ്റെ ബലത്തിൽ നമ്മൾക്ക് ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളെ അതിവർത്തിക്കുവാൻ സാധിക്കുമെന്നാണ് ഗുരു പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം.